മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീണ്ടും ഒരു ഓണക്കാലം വന്നെത്തിയിരിക്കുന്നു. ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമാണ്. മലയാളികളുടെ ഒത്തൊരുമയുടെ ഉത്സവം കൂടിയാണ് ഓണം. ലോകത്ത് എവിടെയായിരുന്നാലും മലയാളികൾ അത്യാഹ്ലാദപൂർവ്വം ഓണം ആഘോഷിക്കുന്നു. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ഓണം സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ഓണം ആത്യന്തികമായി ഒരു വിളവെടുപ്പ് ഉത്സവം അഥവാ വ്യാപാര ഉത്സവമായി കരുതുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. വാർഷിക ഗ്രിഗോറിയൻ കലണ്ടറിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലും മലയാളം കലണ്ടറിൽ ചിങ്ങമാസത്തിലുമാണ് ഓണം വരുന്നത്. പ്രജാവത്സലനായ മഹാബലി തമ്പുരാൻ്റെ ഓർമ്മയ്ക്കാണ് നാം ഓണം ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും തിരുവോണം നാളിൽ മഹാബലി തൻ്റെ പ്രജകളെ സന്ദർശിക്കാൻ എത്തുമെന്നാണ് വിശ്വാസം. മഹാബലിയെ വരവേൽക്കാനായി അത്തം മുതൽ പൂക്കളമൊരുക്കി നാം കാത്തിരിക്കുന്നു. അത്തം പത്തോണം എന്നാണല്ലോ ചൊല്ല്. മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ടാണ് അത്തപ്പൂക്കളം ഒരുക്കേണ്ടത്. രണ്ടാമത്തെ ദിവസം രണ്ടിനം പൂവുകൾ. അങ്ങനെ ഓണപ്പൂക്കളത്തിന് വലിപ്പം കൂടി വരും. ഉത്രാടത്തിൽ നമ്മൾ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഓണത്തോടനുബന്ധിച്ച് പുതുവസ്ത്രങ്ങൾ വാങ്ങി നൽകുന്ന ചടങ്ങ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണപ്പെടുന്നു. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പഴമൊഴി. അതുകൊണ്ട് തന്നെ എത്ര ഇല്ലായ്മയിലും മലയാളികൾ വളരെ സന്തോഷപൂർവ്വം ഓണം ആഘോഷിക്കുന്നു. ഓണക്കോടിയുടുത്തും ഓണസദ്യ ഒരുക്കിയും ഓണപ്പൂക്കളമിട്ടും ഓണക്കളികൾ കളിച്ചും മലയാളികൾ ഓണത്തെ വരവേൽക്കുന്നു. തിരുവാതിരക്കളി, പുലിക്കളി, വെള്ളംകളി, തുമ്പിതുള്ളൽ തുടങ്ങിയവ ഓണത്തിൻ്റെ മാറ്റുകൂട്ടുന്നതോടൊപ്പം കേരളീയരുടെ സംസ്കാരവും പൈതൃകവും എടുത്തുകാട്ടുന്നു. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കു ഒട്ടില്ലാതാനും. ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന വരികളാണിത്. അക്രമവും അനീതിയും ഉച്ചസ്ഥായിലായ നമ്മുടെ നാട്ടിൽ ഈ ഓണം സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും വിത്തുകൾ പാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.